കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ തവണ 2001 ശേഷം തുടർച്ചയായി അവിടെ വലിയ വിജയങ്ങളാണ് LDF നേടുന്നത്. പക്ഷേ ഇത്തവണ അവിടെ ചില സീറ്റുകളിലെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് അവിടുത്തെ ആ ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ്? അല്ല, കോഴിക്കോട് ജില്ലയിൽ മികച്ച വിജയം ഉണ്ടാവും. എല്ലാ തവണയും നല്ല മത്സരമാണെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അവസാനം LDF വിജയിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. അത് ഇത്തവണയും ആവർത്തിക്കും. അതൊക്കെ നമുക്ക് എണ്ണീറ്റ് പറയാം എങ്ങനെയാണെന്നുള്ളത്. പൊതുവേ ഉള്ളത് നമുക്ക് എണ്ണീറ്റ് സീറ്റിൻ്റെ എണ്ണൊക്കെ നോക്കിയിട്ട് പറയാം. ബേപ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. ബേപ്പൂരിൽ മികച്ച വിജയം ഉണ്ടാവും. 2021 സർവ്വകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്, 82,000. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടും. മികച്ച വിജയം. ഈ UDF ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാരണമായി അവർ തന്നെ പറയുന്നത് ന്യൂനപക്ഷ വോട്ടർമാർ കൂട്ടത്തോടെ അവർക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനും ഇല്ല. ഡെവലപ്മെൻ്റാണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സും. പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ വികസനം, ജനക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ LDFന് അനുകൂലമാണ്. ഒരു LDF സർക്കാർ തന്നെ കേരളത്തിൽ തുടരും. മറ്റേത് ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളതാണ്. അത് കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2021 വോട്ടെണ്ണൽ വരെയുള്ള UDF നേതാക്കന്മാരുടെ ബൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ, പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ അപ്പുറമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഴച്ചു നിന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ ഡീൽ ആരോപണമാണ്. അതായത് കോൺഗ്രസ് BJP ഡീലുണ്ട് എന്ന് LDF ഉന്നയിച്ചു. അതിനെ പ്രതിരോധിക്കുന്ന തിരിച്ചൊരു ആരോപണം UDF നടത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് വോട്ടെടുപ്പ് കഴിയുമ്പോഴും എന്തെങ്കിലും തരത്തിൽ ആശങ്ക, അങ്ങനെ ഒരു ഡീൽ ചില മണ്ഡലം ഇല്ല, അങ്ങനെയൊന്നും ഒരു പ്രയാസം വരില്ല. ഇനിയിപ്പോൾ എന്ത് ഡീലുണ്ടെങ്കിലും UDFും BJPയും എന്ത് ധാരണയുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള ജനകീയ പിന്തുണ LDFനുണ്ട്.